നിയമസഭ അക്ഷരാർത്ഥത്തിൽ ഒരു യുദ്ധക്കളമായി മാറുന്ന കാഴ്ചയാണ് ഇന്ന് കണ്ടത്. സ്പീക്കർ എൻ ഷംസീറും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിൽ സഭാ നടപടികൾ സ്തംഭിച്ചുപോയി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം നടത്തിയ പ്രതിഷേധത്തിന് പിന്നാലെ പയ്യന്നൂരിലെ ഫണ്ട് തട്ടിപ്പും അതുമായി ബന്ധപ്പെട്ട ആക്രമണങ്ങളും സഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം ശ്രമിച്ചതോടെയാണ് രംഗം വഷളായി മാറിയത്. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ച സ്പീക്കറുടെ നടപടിയെ സതീശൻ ചോദ്യം ചെയ്തപ്പോൾ സഭയിൽ വൻ ബഹളം പൊട്ടിപ്പുറപ്പെട്ടു. പ്രതിപക്ഷാംഗങ്ങൾ നടുത്തളത്തിലേക്ക് ഇറങ്ങി പ്രതിഷേധിച്ചതോടെ സ്പീക്കർ നിയന്ത്രണം വിട്ടു. മൈക്ക് കൊടുക്കേണ്ട, അങ്ങേക്ക് മൈക്ക് തരില്ല, നോ സീറ്റിലിരിക്കൂ എന്നാണ് സ്പീക്കർ കടുപ്പിച്ച് പറഞ്ഞത്. എന്നാൽ സ്പീക്കറുടെ ഈ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങാൻ വി ഡി സതീശൻ തയ്യാറായതുമില്ല. എനിക്ക് മൈക്ക് തരില്ല എന്നൊന്നും പറയല്ലേ, അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് തിരിച്ച് ആഞ്ഞടിക്കുകയായിരുന്നു സതീശൻ. ഭരണപക്ഷത്തിന്റെ ബഹളത്തിന് സ്പീക്കർ കുടപിടിക്കുക. പയ്യന്നൂരിൽ CPM നേതാക്കളുടെ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ കോൺഗ്രസ് ഓഫീസുകൾക്കും പ്രവർത്തകർക്കും നേരെ നടക്കുന്ന ആക്രമണങ്ങൾ അതീവ ഗൗരവമുള്ളതാണെന്നും സതീശൻ ചൂണ്ടിക്കാണിച്ചു. സ്ത്രീകളടക്കമുള്ളവരെ വടികളുമായി ആക്രമിച്ച് ആശുപത്രിയിലാക്കിയ വിഷയം സഭയിലല്ലാതെ പിന്നെവിടെയാണ് പറയേണ്ടത് എന്നാണ് സ്പീക്കറോട് ആവേശത്തോടെ സതീശൻ ചോദിച്ചത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും മറുപടി പറയാൻ പ്രയാസപ്പെട്ട് വിയർക്കുമ്പോൾ അവരെ രക്ഷിക്കാൻ സ്പീക്കർ മൈക്ക് നിഷേധിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണെന്നും പ്രതിപക്ഷം ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഭരണപക്ഷത്തിനു വേണ്ടി സ്പീക്കർ നിലകൊള്ളുന്നു എന്നാരോപിച്ച പ്രതിപക്ഷം നടുത്തളത്തിൽ പ്ലക്കാർഡുമായി പ്രതിഷേധം തുടർന്നതോടെ സഭാ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി സഭ പിരിയേണ്ടി വന്നു. സ്പീക്കർക്ക് മുൻപിൽ പതറാതെ മൈക്ക് നിഷേധിച്ച നീക്കത്തെ ജനമധ്യത്തിൽ തുറന്നു കാണിച്ച വി ഡി സതീശൻ ഇന്ന് സഭയിൽ മാസ് ഹീറോയായി മാറുന്ന കാഴ്ചയാണ് കണ്ടത്. ഭരണപക്ഷത്തിന്റെ കൂട്ടാളിയായി സ്പീക്കർ മാറുമ്പോൾ സഭയുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ താൻ പോരാടുമെന്ന സതീശന്റെ നിലപാട് സ്പീക്കർക്കും സർക്കാരിനും ഒരുപോലെ മുട്ടൻ പണിയായി മാറി. ആ രംഗങ്ങളിലേക്ക് പോകാം. പയ്യന്നൂരിൽ പ്രതിഷേധം നടത്തിയ കോൺഗ്രസ് പ്രവർത്തകരെ CPM പ്രവർത്തകർ മർദ്ദിച്ചു, പരിക്കേൽപ്പിച്ചു എന്ന് പറയപ്പെടുന്ന സംഭവത്തെ സംബന്ധിച്ചാണ്. ചട്ടം 50 പ്രകാരം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ പര്യാപ്തമായ അടിയന്തര പ്രാധാന്യമില്ലാത്തതിനാൽ പ്രസ്തുത നോട്ടീസ് പരിഗണിക്കുവാൻ നിർവാഹമില്ലെന്ന് അറിയിക്കുന്നു. ആവശ്യമാണെങ്കിൽ നോട്ടീസ് നൽകി ബഹുമാനപ്പെട്ട അംഗം ശ്രീ സജീവ് ജോസഫിന് ഇക്കാര്യം ആദ്യ സബ്മിഷനായി ഉന്നയിക്കാവുന്നതാണ്. ഓർഡർ. സാർ, ഇത് വളരെ ഗൗരവതരമായ ഒരു വിഷയമാണ്. സാർ, ഇത് പ്ലീസ് ഓർഡർ ആക്കണം. ഫ്ലോർ ഓർഡർ ആക്കണം. ബഹുമാനപ്പെട്ട അംഗങ്ങൾ ഫ്ലോറിൽ ഇരിക്കുന്നില്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിന് മൈക്ക് കൊടുക്കില്ല. നോ ഫ്ലോർ സീറ്റിലിരിക്കണം. സീറ്റിലിരിക്കുന്നില്ലെങ്കിൽ തരില്ല. യെസ്, എനിക്ക് മൈക്ക് തരാൻ അവരോട് ലുക്ക് അങ്ങ് അങ്ങയുടെ ടീമിനെ ഇരുത്തിക്ക്. അതൊക്കെ എനിക്ക് മൈക്ക് തരില്ലെന്നൊന്നും പറയല്ലേ, അങ്ങനെയൊന്നും പറയല്ലേ, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അങ്ങയോട് പറയുന്നത് അങ്ങയുടെ ഭാഗം തന്നെ എഴുന്നേറ്റ് ബഹളം ഉണ്ടാക്കുമ്പോൾ അതൊക്കെ ശരിയാണ്. അങ്ങ് ചെയറിലിരുന്നുകൊണ്ട് അങ്ങനെയൊന്നും പറയരുത്. ഇത് വളരെ ഗൗരവതരമായ വിഷയമാണ്. റൂൾ 50യുമായി ബന്ധപ്പെട്ട് ഏത് പ്രൊവിഷൻ അനുസരിച്ചിട്ടാണ് ഇതുപോലത്തെ ഒരു വിഷയത്തിന് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായപ്പോൾ ഒരു MLAയുടെ വസതിയിലേക്ക്, ഓഫീസിലേക്ക്, ഞങ്ങളുടെയൊക്കെ ഓഫീസിലേക്ക് മാർച്ച് നടക്കുന്നുണ്ട് എല്ലാ ആഴ്ചയും. അവിടേക്ക് മാർച്ച് നടക്കുന്ന ആളുകളെ പുറകിൽ നിന്ന് വന്ന് സ്ത്രീകളടക്കമുള്ള ആളുകളെ കുറുവടികളുമായി ആക്രമിച്ച് നിരവധി പേര് ആശുപത്രിയിൽ കിടക്കുകയും ഇവരെയെല്ലാം കൊന്നൊടുക്കുമെന്ന് CPM നേതാക്കൾ പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഗൗരവതരമായ ഒരു വിഷയം ഈ സഭയിലല്ലാതെ പിന്നെ എവിടെ പോയി പറയും? ഈ സഭ സമർപ്പിക്കുമ്പോൾ അങ്ങ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, ഏത് പ്രൊവിഷന്റെ അടിസ്ഥാനത്തിലാണ് ഇതിനകത്ത് അടിയന്തര പ്രാധാന്യം ഇല്ലെന്ന് പറഞ്ഞത്? ഓർഡർ. അടിയന്തര പ്രമേയത്തിന് അനുമതിയില്ല എന്ന് പറഞ്ഞു. ശ്രീ ശ്രദ്ധ ക്ഷണിക്കൽ ശ്രീ P. നന്ദകുമാർ, ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസം തൊഴിൽ വകുപ്പ് മന്ത്രി. പ്ലീസ്. അങ്ങ് പറഞ്ഞു കൊണ്ടുവന്ന 4 ലേബർ കോഡുകൾ പിൻവലിക്കണമെന്നും